ദൈവത്തിരുനാമത്തിന് ഞാൻ വന്ദനം ചൊല്ലുന്നു. കൃപയുടെ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ അത്യത്ഭുതമാകുന്ന സാന്നിധ്യം, അഭിഷേകം, ശക്തി, ചൈതന്യം, കൃപ, മഹത്വം സ്വീകരിക്കുവാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാക്കേറ്റ് പറയാൻ കഴിയുന്നവർ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊന്ന് പറഞ്ഞേ. കർത്താവിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ, പകരുവാൻ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സോ തിരഞ്ഞെടുത്ത വ്യക്തി എന്തോ വേണം? മുന്നിലേക്ക് വരണം. ആ മുന്നിലേക്ക് ഞാൻ വരാൻ തയ്യാറാന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വെറുതെ പറയരുത്. മുന്നിലേക്ക് വരാൻ തയ്യാറായ താങ്കളെ പരിശുദ്ധാത്മാവ് ഇന്ന് ശക്തീകരിക്കട്ടെ. ആ ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ഓടുവാൻ, ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടുവാൻ തയ്യാറെടുത്ത ഏലിയാവിനെ ദൈവം ശക്തിയാൽ നിറച്ചതുപോലെ ഇന്ന് ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ഇരട്ടി ബലത്താൽ, ഇരട്ടി ശക്തിയാൽ, ഇരട്ടി അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഗ്ലോറി ടു ജീസസ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം, അതിൻ്റെ 27-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടി ദൈവത്തിൻ്റെതാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നതും ദൈവത്തിൻ്റെ കരത്താലാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു ഇന്നത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവം സൃഷ്ടിച്ചു, ദൈവം പ്രവർത്തിച്ചു, ദൈവം ചെയ്തു. അത് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം ചെയ്തു. എങ്ങനെയാണ് ദൈവം ചെയ്തത്? സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ, സാദൃശ്യത്തിൽ, ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഓൺ, സ്വന്തം, OWN, ഓൺ, സ്വന്തം. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാൻ ദൈവത്തിൻ്റെതാണ്. ഐ ആം ബിലോങ്സ് ടു ഗാഡ്. ഞാൻ ദൈവത്തിൻ്റെതായതുകൊണ്ടാണ്. അപ്പോൾ വചനം അവിടെ എടുത്തു പറയുന്നു, ഓൺ ഇമേജ്. ദൈവത്തിൻ്റെ തന്നെ സ്വന്തം ഛായയിൽ, സാദൃശ്യപ്രകാരം മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷേ കാലം ചിലതങ്ങോട്ട് കഴിയുമ്പോൾ, അധ്യായം ചിലതങ്ങോട്ട് മറിയുമ്പോൾ, ഈ ഓൺ എന്ന ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ്, നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. മീൻസ് മനുഷ്യന് പെർമനൻ്റായി ദൈവം കൊടുത്തത് മനുഷ്യനിൽ നിന്ന് അടർത്തി മാറ്റിയതുപോലെ മാറ്റപ്പെട്ട ഒരനുഭവം. അന്ന് ആ ഏദനിൽ വെച്ച് നടന്ന ആ സംഭവം യേശു കർത്താവ് വന്ന് നമുക്ക് മടക്കി തന്നു എങ്കിൽ ആ രക്ഷ നമ്മുടെ സ്പിരിറ്റിൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി തന്ന ആ ബോധ്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നമുക്കിന്നും പെർമനൻ്റായിട്ട് അതൊന്നും അനുഭവിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര പോരാട്ട ഭൂമിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്.
വചനം വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. സോ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്, ഇൻ ദി ഇമേജ് ഓഫ് ഗാഡ് ഹി ക്രിയേറ്റഡ് ഹിം. ഇൻ ദി ഇമേജ് ഓഫ് ഗാഡ് ഹി ക്രിയേറ്റഡ് ഹിം. മനുഷ്യനെ, അവനെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തം സാദൃശ്യപ്രകാരം. ആ സ്വന്തം ഒരു ദൈവിക സാദൃശ്യം, ദൈവത്തിലുള്ള ഗ്ലോറിയോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അത് ദൈവത്തിൻ്റെ ഓണാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തം സൗന്ദര്യത്തിൽ, ഗ്ലോറിയിൽ ദൈവം മനുഷ്യനെ തേജസ് കൊണ്ട് പൊതിഞ്ഞ് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ സ്പിരിറ്റ് അവൻ അങ്ങനെ ആയിരുന്നു, മനുഷ്യൻ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഓൺ എന്ന ഒരു പദം എപ്പോൾ സിൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോ, പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോ, അക്രമം, അഴിമതി, അനുസരണക്കേട്, എടുത്തുചാട്ടം, നിഗളം ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോ, ഇന്ന് മോർണിംഗിൽ നമ്മൾ കേട്ടതുപോലെ ഒരു പിശാചിന് എപ്പോൾ ഇടം കൊടുത്തോ ആ സെക്കൻഡ് മുതൽ ഓൺ എന്ന ഒരു സംഭവം മാറി. ക്രിയേഷൻ അവിടെ ഉണ്ട്, ഓണും ഗോഡും മാറി. സാദൃശ്യം അവിടെ ഉണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ സാദൃശ്യമല്ല, ദൈവത്തിൻ്റെ സൗന്ദര്യമല്ല, ദൈവത്തിൻ്റെ സ്വന്തമല്ലാത്ത ഒരു വ്യക്തിയാക്കി തീർക്കപ്പെട്ടു മനുഷ്യൻ. യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടെ യേശു കർത്താവിൻ്റെ വരവോടുകൂടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യന് നഷ്ടപ്പെട്ട ആത്മാവിലെ സൗന്ദര്യം മനുഷ്യന് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, എന്നാലും പെർമനൻ്റായിട്ട് മനുഷ്യന് ആ ആത്മീയ സന്തോഷം ഇന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. പെർമനൻ്റായിട്ട് നമുക്ക് ആ ഗ്ലോറിയുടെ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പെർമനൻ്റായിട്ട് നമുക്ക് കർത്താവ് തന്നതൊന്നും സൂക്ഷിക്കാൻ പറ്റുന്നില്ല. പെർമനൻ്റായിട്ട് നമുക്ക് ആ ഒരു ആത്മീയ അനുഭവം കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. പെർമനൻ്റായിട്ട് ഒരു കാര്യവും സ്പിരിച്വലി നമുക്ക് ചെയ്ത് മുന്നേറാൻ പറ്റുന്നില്ല. പുറകിലേക്ക് വലിക്കുന്നു എന്ന് ചിലർ പറയുന്നു, പോരാട്ടമാണെന്ന് മറ്റു ചിലർ പറയുന്നു, മാനസികമായ എന്തോ അസ്വസ്ഥതയാണെന്ന് പറയുന്നു. കാരണം സംതിങ് ഡിസ്റ്റർബിങ് യു എവറി ടൈം മീൻസ് നിങ്ങളെ എന്തോ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അർത്ഥം എന്താ? ഇപ്പോഴും ഞാൻ സ്വന്തം രൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും വന്നിട്ടില്ല. അതാണ് അതിൻ്റെ സത്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ ചില ദിവസങ്ങളായി കർത്താവ് എന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, മനസ്സിലാക്കിക്കുന്നു, സംസാരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതാണ് സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ കുറച്ച് കർക്കശമായി സംസാരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ആ റിയാലിറ്റി മനസ്സിലാക്കിയത് കൊണ്ടാണ്. എനിക്കിഷ്ടമല്ല, ആത്മാവില്ലാത്ത ഒരു പ്രവൃത്തിയും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അതുപോലെ, കാരണം ഞാൻ മനസ്സിലാക്കുന്ന സത്യം അത്രത്തോളമാണ് ഈ ഗോഡ് റിയൽ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങളും ആ ഒരു ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ കയറട്ടെ. 10 വർഷം തട്ടി മുട്ടി ഇരുന്നത് പോലെ ഇനി ഇരിക്കരുത്. 10 വർഷം സൂത്രം പറഞ്ഞിരുന്നത് പോലെ ഇനി ആ പഴയ അനുഭവത്തിൽ ഇരിക്കരുത്. എനിക്ക് ആത്മാവിലെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഭൗതികമായിട്ട് നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നു ഫിനാൻഷ്യലി, പ്രെയറിലൂടെ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഈ മിനിസ്ട്രിയെ. ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷെ എനിക്ക് നിങ്ങളെ ആത്മാവിലല്ലേ അതിന് പകരമായിട്ട് ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ ആത്മാർത്ഥതയോടെ ചെയ്യണ്ടേ, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ നിങ്ങൾ വളരണം എന്നുള്ളത് കൊണ്ടാണ്, ആ നിലയിൽ നിങ്ങൾ വളരണം, ആ നിലയിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും നിർബന്ധത്തോടുകൂടെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനകത്ത് വിശ്വാസികൾ ആരെങ്കിലും ഉണ്ടോ? വിശ്വാസികൾ ഞാനൊരു വിശ്വാസിയാണ്. നോ, യു ആർ എ മിനിസ്റ്റർ. നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ട്, വ്യക്തിപരമായി ശുശ്രൂഷകളുണ്ട്. കണ്ടെത്തുന്നില്ല എന്നേ ഉള്ളൂ. വ്യക്തിപരമായ ശുശ്രൂഷകളുണ്ട്, കർത്താവ് മുന്നിൽ വെക്കുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഓൺ ഇമേജിലേക്ക് ദൈവത്തിൻ്റെ ഓൺ ഇമേജിലേക്ക് ഇന്ന് ഞാൻ കയറിയേ പറ്റത്തുള്ളൂ. നിർബന്ധമുള്ള എത്ര പേരുണ്ട് എൻ്റെ കൂടെ? സ്തോത്രം. ആ നിർബന്ധം വേണം. ദൈവത്തിൻ്റെ ഓൺ ഇമേജ്. ഇതൊന്നും നമ്മൾ പറയുന്ന ഇഷ്ടമല്ല കേട്ടോ.
ഇതൊന്നും ഒരാൾക്ക് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഓൺ ഇമേജ്. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കർത്താവ് ഗദരദേശത്തേക്ക് പോയപ്പോൾ എന്തുകൊണ്ടാണ് ലെഗ്യോൻ ഓടി വന്ന് മുട്ടുമടക്കി കവിണ്ണു വീണത്? ആ റിയൽ ഗോഡിൻ്റെ ഓൺ ഇമേജ് ക്രൈസ്റ്റിൽ മാനിഫെസ്റ്റഡ് ആയിരുന്നു. ക്രൈസ്റ്റിൽ മാനിഫെസ്റ്റഡ് ആയിരുന്നു. അവിടെ താടി വളർത്തിയ യേശുവിനെ അല്ല കാണുന്നത്, മുടി നീട്ടി വളർത്തിയ യേശുവിനെ അല്ല കാണുന്നത്, അവിടെ ഫുൾ സ്ലീവ് ഇട്ടിരുന്ന ഗൗണായിട്ട് ഇട്ടിരുന്ന വസ്ത്രധാരിയ യേശുവിനെ അല്ല, അവിടെ ക്രൈസ്റ്റിനകത്ത് മേൽ വെളിപ്പെട്ടിരുന്ന ആ ഗോഡ്ലി ഓൺ ഇമേജ് ആണ് അവിടെ കാണുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അങ്ങനെ ഒരു ലൈഫുണ്ട്. ഈ ദെഫദ ഇൻ ജീസസ് മിനിസ്ട്രീസ് അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് കയറുന്ന തീയതിയാണ് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ഒരു റിയൽ മിനിസ്ട്രിയിലേക്ക് കയറുന്ന ഒരു മീറ്റിംഗ് ആണ്. അങ്ങനത്തെ ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കയറുന്ന ഒരു മീറ്റിംഗ് ആണ്. ഞാൻ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ അത് സ്വീകരിക്കുകയാണ്. കർത്താവ് ചെന്നിറങ്ങിയ സമയത്ത് 10 തട്ടും മുട്ടും സ്തോത്രവും സ്തുതി ഒന്നും ചെയ്തിട്ടല്ല. കർത്താവ് അവിടെ ചെന്നിറങ്ങിയത് തന്നെ ആ ഗ്ലോറിയിലായിരുന്നു. കർത്താവ് അവിടെ ചെന്നിറങ്ങിയത് തന്നെ ആ ശക്തിയിലായിരുന്നു. കർത്താവ് അവിടെ ചെന്നത് തന്നെ ആ അതോറിറ്റിയുടെ കവറിങ്ങിലായിരുന്നു. മനസ്സിലാക്കണം, അതോറിറ്റിയുടെ കവറിങ്ങിലായിരുന്നു. ഞാൻ പോലും ഇതിനകത്ത് കയറി ആ ദൈവ സാന്നിധ്യത്തെ പിടിച്ച് അനുഭവിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നാൽ യേശു അതൊന്നും അവിടെ ചെയ്തില്ല. യേശു ചെന്ന് ഇറങ്ങി മിനിസ്ട്രി തുടങ്ങിയത് പോലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ യേശു അവിടെ ചെന്ന് ആ ഭൂമിയിൽ കാല് കുത്തിയതും സ്പിരിറ്റ് ഇളകി. സ്പിരിറ്റ് ഇളകി. യേശു അവിടെ ചെന്ന് കാല് കുത്തിയതും സ്പിരിറ്റ് ഇളകി. നിന്റെ കാലിലുമുണ്ട് ഗോഡ്ലി ഓൺ ഇമേജ്, നിന്റെ കൈകളിലുമുണ്ട് ഗോഡ്ലി ഓൺ ഇമേജ്, നിന്റെ ഫേസിലുമുണ്ട് ഗോഡ്ലി ഓൺ ഇമേജ്. നിന്റെ തലമുടിയിലുമുണ്ട് ഗോഡ്ലി ഓൺ ഇമേജ്. കമോൺ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന്റെ ശബ്ദത്തിലാണ് ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് ഞാൻ നിൽക്കാൻ തയ്യാറല്ല. ദൈവത്തെ വിശ്വസിക്കുന്ന ഒരുവന്റെ ഫേസ് കട്ടിലാണ് ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. ദൈവത്തെ വിശ്വസിക്കുന്നവന്റെ ശുശ്രൂഷയിലാണ് ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ അവിടം കൊണ്ട് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ അകവും പുറവും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ ആമേൻ പറയും. മോനെ, നിന്റെ ശ്വാസത്തിനകത്ത് പോലും ആ ഓൺ ഇമേജ് വരും. നിന്റെ ശ്വാസത്തിനകത്ത് പോലും തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ട ദൈവശക്തി, തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ട ഓൺ ഇമേജ്. ആമേൻ. ഐ ആം ബിലോങ്സ് ടു ഗാഡ്. ഞാൻ ദൈവത്തിനുള്ളവനാണ്. തിരിച്ചു പിടിക്കണം. ഈ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ചു പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിച്ചത് തന്നെ ദൈവമാണ്, മനുഷ്യനല്ല. മനുഷ്യൻ അതിലൊന്നും ബോധയുടെ അല്ലായിരുന്നു. മനുഷ്യൻ ബോധയുടെ, മനുഷ്യന് ഒരു ഗിൽട്ടും ഇല്ല, മനുഷ്യന് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല, സുബോധവും ഇല്ലാത്ത ലെവലായിരുന്നു മനുഷ്യൻ. അവർക്ക് തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, അവരത്തിയില എടുത്തു, അവരരയാട ഉണ്ടാക്കി. ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. ഞാൻ മറ്റേത് നഷ്ടപ്പെട്ടെങ്കിലും ഇത് തുന്നി തയ്ച്ചല്ലോ എന്നുള്ള ഒരു നിർവൃതിയിലിരിക്കുമായിരുന്നു മനുഷ്യൻ. പക്ഷേ ദൈവത്തിന് സങ്കടം വന്നു. മോനെ, നിന്റെ ഇന്നത്തെ അവസ്ഥ ദൈവത്തിന് ഭയങ്കര സങ്കടമാണ്. ആൻറ്റി, നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ ദൈവത്തിന് ഭയങ്കര സങ്കടമാണ്. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ പ്രയർ ലൈഫിൽ, നിങ്ങളുടെ ഇന്നത്തെ വിശ്വാസത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ദൈവം സങ്കടപ്പെടുന്നില്ലെന്ന് ഉറപ്പിച്ചോണം. ഞാൻ തയ്യാറല്ല എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയണമെങ്കിൽ എൻ്റെ ദൈവം ഇതിനപ്പുറം ഒന്നും എന്നെ കൊണ്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കണം. പക്ഷെ എനിക്കറിയാം ഇതിനപ്പുറം പരിശുദ്ധാത്മാവ് എന്നിലൂടെ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ശുശ്രൂഷ അനുഭവിക്കാൻ മുറിവേറ്റ ഒരു കൂട്ടം ഈ ലോകത്തിന്റെ കോണിൽ എവിടെയോ ഉണ്ട്. അവരുടെ അരികിലേക്ക് പരിശുദ്ധാത്മാവ് ഇരട്ടി നിറവോടുകൂടെ അയക്കാൻ സമയമായി. ഞാൻ വിശ്വസിക്കുക.
ദൈവം നമ്മെ ലിമിറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ദൈവമല്ല. അത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു കൊച്ചു കുടിലിൽ, ഏതെങ്കിലും ഒരു കൊച്ചു ഗ്രാമത്തിൽ, ഏതെങ്കിലും ഒരു കൊച്ചു പഞ്ചായത്തിൽ, നോ, നീ ആ കൊച്ചു കാര്യത്തിൽ ഫെയ്ത്ത്ഫുൾ ആകുമ്പോൾ കൊച്ചിൽ നിന്ന് ദൈവം നിന്നെ വലുതിലേക്ക് കടത്തിക്കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. വലുതിലേക്ക് കടത്തിക്കൊണ്ടുപോകും, വലിയ കാര്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാര്യം എന്താ? നമ്മൾ ദൈവത്തിന്റെ തലയോളം വളരാനാ ദൈവം ആഗ്രഹിക്കുന്നത്. കുഞ്ഞെ, നിന്റെ ഇന്നത്തെ മുറിഞ്ഞുള്ള പ്രാർത്ഥനയും, നിങ്ങളുടെ ഇന്നത്തെ വേച്ചുള്ള ആത്മീയ ജീവിതവും, നിങ്ങളുടെ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിലുള്ള നിങ്ങളുടെ വിശ്വാസവും ആകുന്നു എങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് വേദനിക്കുന്നു. ദൈവത്തിന് മനുഷ്യനെ കുറിച്ച് വേദന ഉൽപ്പത്തി മുതലുണ്ട്. വെളിപ്പാടിൽ വന്ന് പ്രസംഗിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന ദൈവത്തെ അല്ല ഞാൻ ബൈബിളിൽ കാണുന്നേ. ഉൽപ്പത്തി മുതൽ ദുഃഖിക്കുന്ന വചനം പറയുന്നു. ഞാനൊരു പ്ലാന്റ് ഉണ്ടാക്കിയോണ്ട് സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞില്ല. ഞാൻ ഒട്ടകത്തെയും കുതിരയെയും അനുസരിക്കാത്ത വൃത്തിയില്ലാത്ത പന്നിയെ ഉണ്ടാക്കിയിട്ട് പോലും എൻ്റെ ദൈവത്തിന് സങ്കടം വന്നു എന്ന് പറഞ്ഞില്ല. പക്ഷേ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് അവൻ അനുതപിച്ചു എന്ന് പറയുന്നു. എൻ്റെ ദൈവത്തിൻ്റെ വേദന മാറ്റാൻ ഞാൻ കടംപെട്ടവനാ. എൻ്റെ ദൈവത്തിൻ്റെ സങ്കടം മാറ്റാൻ ഞാൻ കടംപെട്ട മനുഷ്യനാണ്. എത്ര പേർക്ക് അതോ ഇത് ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുമോ? എൻ്റെ ദൈവത്തിൻ്റെ വേദന മാറ്റാൻ. കാരണം സഹോദരി, നിന്നെ കൊണ്ട് കർത്താവിന് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നിങ്ങളെ കൊണ്ട് കർത്താവിന് ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദൈവത്തിൻ്റെ ഓൺ ഇമേജിലേക്ക് കയറുക, കർത്താവിൻ്റെ ഓൺ ഇമേജിലേക്ക് കയറുക. സ്വന്തം രൂപത്തിലേക്ക് ഒരു കോൺഫിഗറേഷൻ ഇന്ന് നടക്കാൻ പോവുകയാണ്. റുഖോഥോ ലെംബ അവർക്ക് വിഷമമില്ലായിരുന്നു. ഞങ്ങൾ ആ വസ്ത്രം മാറി ഈ വസ്ത്രം, ജീർണിക്കാത്ത വസ്ത്രം മാറി ജീർണിച്ചു പോകുന്ന ഈ വസ്ത്രം, ഇടയ്ക്കിടയ്ക്ക് മാറ്റി തുന്നേണ്ടി വരുന്ന ഈ വസ്ത്രം ധരിക്കുന്നതിൽ അവർക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ദൈവത്തിന് വിഷമമുണ്ട്. ഞാൻ ഇന്ന് ആത്മാവിൽ പറയൂ, ആരെയൊക്കെയോ ദൈവം ആ ഒരു ഗോഡ്ലി നേച്ചറിലേക്ക് പരിശുദ്ധാത്മാവ് റിസ്റ്റോർ ചെയ്യാൻ പോവാണ്. ആ ഗോഡ്ലി നേച്ചറിലേക്ക്. അയ്യോ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്, കൊതിക്കുന്നവർക്കായി മാത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു, ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ സ്വന്തം രൂപത്തിൽ ഒരു മനുഷ്യന്, ദൈവത്തിൻ്റെ സ്വന്തം രൂപത്തിൽ ഒരു മനുഷ്യന് മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ അവൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം അറിയണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം. 4-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം. നിങ്ങളുടെ 21 മുതൽ ഞാൻ വായിക്കുകയാണ്. 21 മുതൽ 4-ാമത്തെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 21 മുതൽ. ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഞാൻ വായിച്ച വാക്യം ചെറുതാണെങ്കിലും ആശയം ഒരാഴ്ച പ്രസംഗിച്ചാലും തീരാത്ത സാധനമാണ്. ക്രിസ്തുവിന്റെ ഉപദേശം ലഭിച്ചു എങ്കിൽ, അവിടെ മുതൽ നമ്മൾ ചിന്തിക്കണം. ഉപദേശം കിട്ടാൻ ചർച്ചിന് കുറവൊന്നുമില്ല, പാസ്റ്റർമാർക്കും പഞ്ഞയില്ല. ഉപദേശം ഭയങ്കര ഉപദേശമാണ്. 5 മണിക്കൂർ എടുത്താലും 6 മണിക്കൂർ എടുത്താലും കിട്ടാത്ത ഉപദേശം നമുക്ക് കിട്ടും. എന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങൾ കേട്ട ഉപദേശം ക്രിസ്തുവിനെ കുറിച്ചാണെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് പോലല്ല നമ്മൾ പഠിച്ചത്. മീൻസ് കർത്താവ് നമ്മളെ ടീച്ച് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. യേശു കർത്താവ് വന്നത് ഒരു ഉപദേശിയായിട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. യെസ്, ഹി വാസ് എ ഗുഡ് ടീച്ചർ.
പക്ഷേ കർത്താവ് അവിടെ ഉപദേശത്തിനകത്തുകൂടെ ഒരു ക്രിയേഷൻ ഭയങ്കര ആഴമായി എല്ലാ ജനത്തിന്റെ ഉള്ളിലും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവിന്റെ വായിൽ നിന്ന് ഉപദേശങ്ങളും ഉപമകളും കേട്ട എല്ലാവരും യേശുവിനെ മിനിസ്ട്രി ചെയ്തില്ല, എല്ലാവരും യേശുവിനെ പിൻപറ്റിയില്ല. കർത്താവിന്റെ വായിൽ നിന്ന് ഉപദേശം കേൾക്കാത്ത ചില മനുഷ്യർ മറ്റാരുടെയോ വായിൽ നിന്ന് ഉപദേശം കേട്ടിട്ട് ഞാൻ നിന്നോട് കൂടെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു. മീൻസ് ഞാൻ നിന്റെ മിനിസ്റ്റർ ചെയ്യാൻ തയ്യാറാണ്, ഞാൻ അങ്ങയുടെ കൂടെ മിനിസ്റ്റർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതും കർത്താവ് എടുത്തില്ല. ശ്രദ്ധിക്കണം നിങ്ങൾ, അതും കർത്താവ് എടുത്തില്ല. പിന്നെയോ അതിനു വേണ്ടി കർത്താവ് ക്രിയേറ്റ് ചെയ്ത ചില വ്യക്തികൾ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായ വ്യക്തിയാണ് മറിയമാർ, മാർത്ത, ശലോമ, അങ്ങനെ ഒത്തിരി ജനം. പിന്നെ കർത്താവിന്റെ ശിഷ്യന്മാർ, ഒത്തിരി ജനം യേശുവിന്റെ മിനിസ്ട്രിയിൽ എൻകൗണ്ടർ ഉണ്ടായവരാണ്. നമ്മുടെ മിനിസ്ട്രി നിങ്ങളിപ്പോൾ എൻ്റെ മിനിസ്ട്രി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വേണമെങ്കിൽ ഇതൊരു ഉപദേശമായി എടുത്തിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. ഉപദേശം കിട്ടി പിരിഞ്ഞു പോകാം. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതും ദൈവത്തോട് കൂടെ ചേർന്ന് പ്രസംഗിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നതും എന്നെ കേൾക്കുന്നവർ ഉപദേശം കേട്ട് പിരിഞ്ഞു പോകണമെന്നല്ല. ഉപദേശം കേട്ട് അവരുടെ അകത്ത് ക്രിയേഷൻ നടക്കണം. ക്രിയേഷൻ നടക്കണം മീൻസ് ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞാൽ പരിച്ഛേദന ഉണ്ടാകണം. പരിച്ഛേദന ഉണ്ടാകണം. ഇവിടെയും കേൾക്കും, അവിടെയും കേൾക്കും, അപ്പുറത്തുനിന്നും കേൾക്കും, ഇപ്പുറത്തുനിന്നും കേൾക്കും. പരിച്ഛേദന ഉണ്ടാകുന്നില്ലെങ്കിൽ ഉപദേശത്തിന്റെ ഹോൾസെയിൽ നമുക്ക് വീട്ടിൽ സ്റ്റോർ ചെയ്യാന്നല്ലാതെ പ്രത്യേകിച്ച് അതിൽ നിന്ന് യാതൊരു കൊയ്ത്തും ഒരു ഹാർവെസ്റ്റും അതിലൂടെ നടക്കാൻ പോകുന്നില്ല. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞു, കുഴപ്പമേ ഇല്ല. ആമേൻ. ഇതിനൊക്കെയാണ് സ്തോത്രം പറയേണ്ടത്. അപ്പൊ വചനം കേൾക്കുന്നവൻ ദൈവം ആഗ്രഹിക്കുന്നു പരിച്ഛേദന ഉണ്ടാകണം. വചനം കേൾക്കുന്നവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അവൻ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം കേൾക്കുന്നത്. ക്രിസ്തുവിനെ കുറിച്ച് കേട്ടവൻ, അടുത്തത് വായിക്കാൻ പോവാം. ക്രിസ്തുവിനെ കുറിച്ച് കേട്ടവൻ, 22-ാമത്തെ വാക്യം, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അന്ന് ഒരു വഴി ബ്ലോക്ക് ആകുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് കേട്ട വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ മായമില്ലാത്ത വചനത്തെക്കുറിച്ച് കേട്ട ആരെങ്കിലും എൻ്റെ ജീവിതത്തിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾക്ക് ഡോറ് തുറക്കുവല്ല ചെയ്യുന്നത്, ഒരു ഡോർ അടയുകയാണ് ചെയ്യുന്നത്. അത് അടഞ്ഞിരിക്കണം. ഏതാണ് ആ ഡോറ്? നിങ്ങളെ ചതിമോഹങ്ങൾക്കകത്ത് പെടുത്തുന്ന ഡോറ്, നിങ്ങളെ ലോക ഇമ്പങ്ങൾക്കകത്ത് വലിച്ചു കൊണ്ടുപോകുന്ന ഡോറ്, നിങ്ങളെ ആകുല ചിന്തകൾക്കകത്ത് തളച്ചിടുന്ന ഡോറ്, നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വേർപാടിൽ നിന്നും ദൈവസ്നേഹത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും നല്ല കൂട്ടായ്മയിൽ നിന്നും ആത്മാവുള്ള സഭയിൽ നിന്നും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഡോറ് പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കൈ നീട്ടാൻ വേണ്ടി അവൻ കണ്ടുവച്ചിരിക്കുന്ന വിൻഡോ, അവന്റെ കൈ നീട്ടുന്നതാകുന്ന ആ ഒരു സ്ലോട്ട് ദൈവത്തിന്റെ ആത്മാവ് ആദ്യം അടയ്ക്കും. സത്യമല്ലേ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം എന്തോരം വേണ്ടാത്ത ദുർശീലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി, എന്തോരം നല്ല ശീലം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അതൊരു ഡോർ അടഞ്ഞതുകൊണ്ടാണ്. ബട്ട് ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുന്നത്, നിങ്ങൾ കൊണ്ടുവന്ന നല്ല ശീലം, നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത നല്ല ശീലങ്ങൾ, ആത്മാവിന്റെ ശീലങ്ങൾ, ആത്മാവിന്റെ സ്വഭാവം നിങ്ങൾക്ക് ഇന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നുവെങ്കിൽ യു ആർ എ സക്സസ്ഫുൾ സ്പിരിച്വൽ മാൻ. എന്നാൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളെ വഴിമുട്ടിക്കുന്നു, വീണ്ടും പഴയതിലേക്ക് വലിക്കുന്നു, പഴയ ചിന്തകളിലേക്ക് വലിക്കുന്നു, പഴയ പരാജയ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു. ക്രിസ്ത്യൻ ലൈഫിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ഫെയ്ത്ത് ആക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്നില്ല. നിങ്ങൾ എവിടെയൊക്കെയോ ലോക്കായി പോകുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിയെ ഇന്ന് വിളിക്കാനുണ്ട്. കാരണം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഈ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിൽ ആ പഴയ മനുഷ്യൻ എഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആണ് ഞാനിന്ന് പറയുന്ന കാര്യം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് മക്കളെ, സാത്താന്റെ പദ്ധതി എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ നമ്മളിപ്പോ നമ്മുടെ മുഖം ക്രിസ്തുവിങ്കിലേക്ക് തിരിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഒരു പിൻവിളി ശബ്ദത്തിലൂടെ
നിന്നെ വീണ്ടും അവനിലേക്ക് ഫോക്കസ്ഡ് ആക്കാനും അവൻ നിന്റെ ജീവിതത്തിൽ പണ്ട് കൊണ്ടുവന്ന പല തകർച്ചയിലേക്കും അവൻ്റെ ഇഷ്ടങ്ങളിലേക്കും നിങ്ങളെ വീണ്ടും റീഅറേഞ്ച് ചെയ്യാനും റിയലൈൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ശത്രു നിന്നെ പിന്നിൽ വന്ന് വിളിക്കുന്നത്. പിൻവിളി ശബ്ദത്തിന് ചെവി കൊടുക്കേണ്ട വ്യക്തി അല്ല നീ. പിൻപിലുള്ളത് മറക്കേണ്ട വ്യക്തിയാണ് നീ. മുമ്പിലുള്ളതിന് വേണ്ടി ആയേണ്ട വ്യക്തിയാണ് നീ. വിശ്വാസത്തിന് വേണ്ടി നിൽക്കേണ്ടവനും വിശ്വാസത്തിൻ്റെ നായകനെയും അതിൽ പൂർത്തി വരുത്തുന്നവനുമാകുന്ന യേശുവിനെ സുവിശേഷിക്കേണ്ട വ്യക്തിയാണ് നീ. ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്. അപ്പൊ എന്തായിരുന്നു മുമ്പിലത്തെ നടപ്പ്? മുമ്പിലത്തെ നടപ്പ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ പോയാൽ അനുഗ്രഹം, ഇവിടെ പോയാൽ അനുഗ്രഹം, അവിടെ പോയി കമണ്ണ് വീണാൽ അനുഗ്രഹം, അവിടെ പോയി തൊടിയിച്ചാൽ അനുഗ്രഹം, ഇവിടെ ചെന്ന് കാണിക്കയിട്ടാൽ അനുഗ്രഹം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അങ്ങോട്ട് ഓടിച്ച് ഇങ്ങോട്ട് ഓടിച്ച് അവിടെയും അടിച്ച് ഇവിടെ അടിച്ച് ഒരു ഷട്ടിൽ കോക്ക് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്ന് നടക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതെൻ്റെ മുമ്പിലത്തെ നടപ്പാണ്. ബട്ട് അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് കിട്ടുന്ന അനുഭവം എന്താന്ന് ചോദിച്ചാൽ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. ചതിമോഹങ്ങൾ, ആ മുമ്പിലത്തെ നടപ്പാണ് നിന്നെ ചതിച്ചത്. ആ മുമ്പിലത്തെ വിശ്വാസ രീതികളാണ് നിന്നെ ചതിച്ചത്. ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടും യേശുവിനെ കുറിച്ച് എനിക്ക് എത്ര പേരെ അറിയാമെന്നറിയാവോ? നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത് എത്ര പേര് ഇടയ്ക്ക് ഫോണിൽ വിളിക്കുമ്പോൾ എവിടെ നിൽക്കുന്നു, അത് ഇന്ന സ്ഥലത്തേക്ക് പോവുക. ആ സ്ഥലം എന്ന് വെച്ചാൽ അവർ പണ്ട് മുമ്പിലത്തെ നടപ്പ് നടന്ന സ്ഥലം, മുമ്പിലത്തെ കാര്യങ്ങൾ ആചരിച്ച സ്ഥലം. അപ്പോൾ ഞാൻ ചോദിക്കാം, അല്ല അപ്പോൾ ഈ യേശുവിൻ്റെ വചനം എന്നും പറഞ്ഞ് നമ്മൾ ജനിച്ചത് കളയാൻ പറ്റുമോ എന്നൊരു ചോദ്യം. മഹാപാപമാണ് അതൊക്കെ, മഹാപാപം. വിട്ടു. അവരുടെ ലൈഫ് ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. മഹാതകർച്ചയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ര സെൻസിറ്റീവാണ്. ഹല്ലേലൂയ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ, എല്ലാ മോഹവും നല്ല മോഹമല്ല, എല്ലാ നടപ്പും നല്ല നടപ്പല്ല, എല്ലാ ഇഷ്ടവും നല്ല ഇഷ്ടമല്ല. നടപ്പ് ശരിയല്ലെങ്കിൽ അടി തെറ്റി വീഴും. അർത്ഥം, ഏദനിൽ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. നന്നായിട്ട് നടക്കുക മാത്രമല്ല, ദ മാൻ walks with the God. നമുക്ക് കാണാൻ പറ്റും, ദൈവത്തിന്റെ കൈ പിടിച്ച് നടന്ന മനുഷ്യനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്ന മനുഷ്യനായിരുന്നു. അവരുടെ അടി തെറ്റിയത് ദൈവത്തിന്റെ കൂടെയുള്ള നടപ്പിൽ നിന്നാ. നമ്മൾ ഏതൻ, പഴം, ആപ്പിൾ, പേരയ്ക്ക, ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെയൊക്കെ നമ്മൾ കരുതി അതിനകത്ത് അങ്ങനെ അങ്ങ് ചിന്തിച്ചിരിക്കുക. മക്കളെ, ആപ്പിളും ഓറഞ്ചും പേരയ്ക്കൊക്കെ പോയത് പോട്ടെ, നമുക്ക് നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ കൂടെയുള്ള നടപ്പാ. ഓ മൈറ്റി ഫാദർ. യേശു അത്ര എമർജൻസി ആയിട്ട് വന്നത് തന്നെ, അത്രയും എമർജൻസി ആയിട്ട് ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടാസ്ക് യേശു ഏറ്റെടുത്തത് തന്നെ മനുഷ്യന് വന്നുപോയ വീഴ്ചയുടെ ആഴത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട്. ഓ മൈറ്റി ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്ര എമർജൻസി ആയിട്ട് യേശു ലാൻഡ് ചെയ്തേ. നിന്റെ ഏത് സങ്കീർണമായ അനുഭവങ്ങൾക്കകത്തും കർത്താവ് ലാൻഡ് ചെയ്യും. നിങ്ങളുടെ ഏത് സങ്കീർണമാകുന്ന അനുഭവങ്ങൾക്കകത്തും കർത്താവ് ഇതുപോലെ എമർജൻസി ലാൻഡിങ് നടത്തും. പക്ഷെ നമ്മളൊരു കാര്യം എൻഷുർ ചെയ്യണം. ഐ ആം വാക്കിംഗ് വിത്ത് ദ ഗാഡ്. ആ ഏതെങ്കിലും അനുഭവം പോലെ യേശു വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാര്യം തിരിച്ചു കിട്ടി. കർത്താവിനോട് കൂടെ നടക്കാം, എനിക്ക് ദൈവത്തോട് സംസാരിക്കാം, എനിക്ക് ദൈവത്തോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, എനിക്ക് ദൈവ കാര്യങ്ങളിൽ വീണ്ടും എനിക്ക് എൻഗേജ് ആകാൻ കഴിയും. ഈ ഒരു അനുഭവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം നടപ്പ് മാറി. മക്കളെ, രൂപം മാറണമെങ്കിൽ, ജീവിതത്തിൽ രൂപം മാറണമെങ്കിൽ നമ്മൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് സ്പെൻഡ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല. രൂപം മാറണമെങ്കിൽ നടപ്പ് മാറണം.
ഒരു ആമേൻ പറയാൻ ആരും ഇല്ലാന്ന് തോന്നുന്നു. യൂട്യൂബിലുള്ളവർ പറഞ്ഞേ, രൂപം മാറണമെങ്കിൽ നടപ്പ് മാറണം. സൂമിലുള്ളവർ പറഞ്ഞേ, രൂപം മാറണമെങ്കിൽ നടപ്പ് മാറണം. അപ്പോ ഞാൻ കൈ പിടിച്ചിരിക്കുന്ന വ്യക്തിയെ ഞാൻ നോക്കണം. കാരണം ഞാൻ ഇന്ന് കണക്റ്റായി നിൽക്കുന്നത് ആ റൈറ്റ് ഹാൻഡുമായിട്ടാണ്. വേണ്ടാത്ത എവിടെയെങ്കിലുമൊക്കെ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചോണം. വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ ഡീലിന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചോണം. വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിൻവലിച്ചോണം. വേണ്ടാത്ത ബന്ധങ്ങൾക്കകത്ത് കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറകിലോട്ട് മാറിക്കോണം. വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കകത്ത് തലയിടാൻ തയ്യാറെടുത്ത് നിൽക്കുവാണ്, അതിനും ദൈവാലോചന. നോ, നിങ്ങൾ പുറകിലോട്ട് വരിക, പിന്മാറുക, അതിൽ നിന്ന് പിന്മാറുക. ക്രിസ്തുവിങ്കിലേക്ക് നിങ്ങൾ കണക്ട് ആകുക. ഹല്ലേലൂയ. ചില മാസങ്ങൾക്ക് മുൻപേ ശുശ്രൂഷയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹീസ് ഓൾസോ എ പാസ്റ്റർ. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒരു കാര്യം പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു അത്? എനിക്ക് കുറച്ചധികം പൈസ എനിക്ക് ഒരിടത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് എൻ്റെ ജീവിതം ഇതുവരെയും ഞാൻ അധ്വാനിച്ച എൻ്റെ അധ്വാന ഫലമായിരുന്നു. അധ്വാനിച്ചതും മിച്ചം പിടിച്ചതും ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടതും ആയിട്ടുള്ള എൻ്റെ എല്ലാ വരുമാനങ്ങളും എൻ്റെ 100% ഞാൻ ഒരിടത്ത് നിക്ഷേപിച്ചു. ഞാൻ ചോദിച്ചു, ഓക്കെ, നിക്ഷേപം ഒരു തെറ്റല്ല. ഓക്കെ, പിന്നെ എന്ത് പറ്റി? അല്ല, ഇപ്പം എനിക്ക് ആ നിക്ഷേപിച്ച തുക എനിക്ക് കിട്ടുന്നില്ല. അത് ഏകദേശം നഷ്ടപ്പെട്ടതുപോലെ. കർത്താവ് മടക്കി തരൂ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ നടക്കുന്നില്ല. ഞാൻ ചോദിച്ചു, പാസ്റ്റർ, അത് എവിടെ നിക്ഷേപിച്ചേ? അതൊരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തതാണ്. അപ്പം ഞാൻ കൊടുത്തത് 10 ആണെങ്കിൽ എനിക്ക് 100 ഇരട്ടിപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. ചതിമോഹങ്ങളാൽ മക്കളെ, മോഹം വരുന്നത്, എല്ലാ മോഹവും ദൈവത്തിൽ നിന്നല്ല. ഈ മോഹത്തിനകത്ത് തന്നെ ചതിയുടെ ഒരു ഭയങ്കര അംശം കാണും. നമ്മുടെ ഉള്ളം യൂദായുടെ ഹൃദയം സാത്താൻ അറസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 2-3 മാസമായി. അതിൽ കൂടുതലായെങ്കിലേ ഉള്ളൂ. 2-3 മാസമായി. ഇസ്കരിയോത്ത യൂദായുടെ ഹൃദയത്തെ അറസ്റ്റ് ചെയ്തിട്ട്, ആള് പിശാചിന്റെ കസ്റ്റഡിയിലായത് ഇന്ന് രാവിലെ 5 മണിക്കല്ല. ആള് പിശാചിന്റെ കസ്റ്റഡിയിലായത് മാസങ്ങൾക്ക് മുൻപാണ്. കാര്യം എന്താ? ദ്രവ്യം കിട്ടും. പക്ഷെ എന്തോ ചെയ്യണമെന്നറിയാവോ? അപ്പക്കണ്ട മുക്കി വായി വെച്ചു കൊടുത്തിട്ട് ഐ ബ്ലസ് യു എന്ന് പറയുന്നവനെ ഒറ്റണം. ദൈവത്തെ വിറ്റ് കിട്ടുന്ന പണം വേണ്ടാന്ന് വെക്കാൻ കഴിയണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് കിട്ടുന്ന ബന്ധം വേണ്ടാന്ന് വെക്കാൻ പറ്റണം. സ്തോത്രം. അന്നേരം ഒരു ഭയങ്കര ഒരു കൂട്ടല്ലേ, ഒരു തുണയല്ലേ, ഒരു മെന്ററല്ലേ, ഒരു ഹെൽപ്പല്ലേ, ഒരു സപ്പോർട്ടർ അല്ലേ എന്ന് പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ തരം താഴ്ത്തി കിട്ടുന്ന ബന്ധങ്ങൾ വേണ്ട. ഈ പ്ലാറ്റ്ഫോമിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളെ വേണ്ട എന്ന് ഞാൻ വെച്ചതിൻ്റെ കാരണം, ആ സപ്പോർട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇത് മാറും എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചില്ല. ഈ പ്ലാറ്റ്ഫോം എങ്ങനെ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം എൻ്റെ ദൈവത്തെ വിറ്റ് കൊടുത്താൽ, അല്ലെങ്കിൽ ദൈവം എൻ്റെ മേൽ പകർന്നതിനെ ഒന്ന് കണ്ടില്ല എന്നടിച്ചു, ഒന്ന് കീഴ്പ്പെട്ട് ആ അഭിഷേകവും നമുക്കുള്ള വിലയും നിലയും ഒക്കെ ഒന്ന് വിറ്റ് കളഞ്ഞ്, ഒന്ന് അപേക്ഷിച്ചൊന്ന് ചെന്ന്, അയ്യോ വീണ്ടും പ്ലാറ്റ്ഫോമിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഒരു ആദായവും വേണ്ട ഈ പ്ലാറ്റ്ഫോമിന്. അങ്ങനെ വേണ്ടാന്ന് വെക്കാൻ പറ്റണം. വിളിച്ചത് വിട്ടേച്ചു പോയവനല്ല, വിളിച്ചത് മേളിയെന്നുള്ള ബോധ്യം വേണം. ഹല്ലേലൂയ. എന്തോരം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളുണ്ടായിരുന്നറിയാമോ? ദൈവത്തിന് വേണ്ടെങ്കിൽ വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ദൈവം നടത്തുന്നില്ലേ ഇന്നും? എൻ്റെ ദൈവം ഇന്നും നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങളുടെ അരികിൽ എത്തിച്ചില്ലേ? എൻ്റെ ദൈവം ഇന്നും തടസ്സങ്ങളില്ലാതെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചില്ലേ ഈ സന്ദേശം? എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ചിലതൊക്കെ വേണ്ടാന്ന് വെച്ചതുകൊണ്ടാണ്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തിനാ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് ഞാൻ പറയുന്നതെന്ന്.
ദൈവാത്മാവ് ആരോടൊക്കെയോ ആഴമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വരൂപത്തിലേക്ക് നിനക്ക് വരണമെങ്കിൽ ദൈവഹിതമല്ലാത്തത് കട്ട് ചെയ്തിരിക്കണം. ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ദൈവഹിതമല്ലാത്തത് കട്ട് ചെയ്തിരിക്കണം. അത് എത്ര വലിയ കൊടികെട്ടിയ ബന്ധമാണെങ്കിലും, എത്ര ലാഭം നിങ്ങൾക്ക് വരുന്ന കാര്യമാണെങ്കിലും വിട്ടുമാറിയേക്കണം. ഇസ്കരിയോത്ത യൂദ അറസ്റ്റിലായിട്ട് കുറേ കാലമായി. പക്ഷെ ആളെവിടെയാ? യേശുവിൻ്റെ കൂടെയാ. ഇന്ന് രാത്രിത്തെ ഡിന്നർ എവിടെയാ? ഇന്ന് രാത്രിത്തെ ഡിന്നർ ജോസഫിന്റെ വീട്ടിലല്ല. ഇന്ന് രാത്രിത്തെ ഡിന്നറും യേശുവിന്റെ കൂടെയാ. പക്ഷെ ആളെവിടെയാ? അണ്ടർ ദ കസ്റ്റഡി ഓഫ് സാത്താൻ. പലരും സാത്താന്റെ കസ്റ്റഡിയിൽ ഇരുന്നിട്ടും യേശുവിന്റെ കൂടെയാണെന്ന് പറയുന്നവരുണ്ട്. സാത്താൻ ഇതിനു മുന്നേ പുള്ളിയെ സ്കെച്ച് ചെയ്തിട്ടിരിക്കുവാണെങ്കിലും യേശുവിന്റെ കൂടെയാണ്. സാത്താൻ ചില മാസങ്ങൾക്ക് മുമ്പേ പുള്ളിയുടെ ഹൃദയം ഇങ്ങ് വാങ്ങിയായിരുന്നു. അപ്പോഴും രാത്രിത്തെ ഡിന്നർ യേശുവിന്റെ കൂടെയാണ്. മക്കളെ, മഹച്ചതിയാണിത്. ഈ സാത്താന്റെ തന്ത്രം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇതാ നമ്മൾ അടിതെറ്റി പോകുന്നത്. യൂദായുടെ നടപ്പ് ശരിയാണോ? അല്ല, അതുകൊണ്ട് അടിതെറ്റിയത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. മോഹം അകത്ത് കയറി, എല്ലാ മോഹം അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളെ സിംബളനാക്കത്തില്ല. എല്ലാ മോഹം അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങളെ ക്രിസ്തുവിന്റെ തലയോളം വളർത്തത്തില്ല. നിങ്ങളിലൊരു മനുഷ്യനുണ്ടാവും. ആരാന്നറിയാവോ? പഴയ മനുഷ്യൻ. സ്തോത്രം ഇല്ല. പഴയ മനുഷ്യൻ. നിങ്ങൾക്ക് പഴയ മനുഷ്യനെ വേണോ പുതിയ മനുഷ്യനെ വേണോ? എനിക്ക് പുതിയ മനുഷ്യനെ മതി. എനിക്ക് എൻ്റെ പഴയ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ പോലും താല്പര്യമില്ല. സ്തോത്രം. നിങ്ങൾ എൻ്റെ പഴയ മനുഷ്യനെ കണ്ടിരുന്നെങ്കിൽ, നിങ്ങൾ എൻ്റെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം ഒന്ന് ശരിക്കറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളാരും ഇന്ന് ഈ മീറ്റിങ്ങിൽ കാണൂല. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നൊരു ദൈവമുണ്ട്. ഇന്നും എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷെ അതെനിക്ക് ആത്മാവിലുള്ള ദേഷ്യമാണ്. അത് വേണം. ഹല്ലേലൂയ. അത് വേണം. അത് കർത്താവ് എന്നിൽ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്നതാണ്. യേശു ചാട്ടയെടുത്തത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊന്നും അറിയാതെ എടുത്തു പോയതല്ല. അത് മനുഷ്യൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് എടുക്കുന്നതാണ്. അതെടുക്കണം. ഒരു ലീഡറിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളത് ചെയ്യണം. അത് അടിക്കാനല്ല, മുറിവേൽപ്പിക്കാനുമല്ല, നേർവഴിക്ക് ധരിക്കാനാണ്. നിങ്ങൾ ആരെങ്കിലും ആട്ടിൻകൂട്ടത്തെ കാളെ അടിക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പക്ഷെ എപ്പോഴും ആട്ടിടേൻ്റെ കയ്യിലൊരു കമ്പ് കാണും. എന്തിനാണെന്നറിയാവോ? അത് ഓടുകാളെ എന്ന് പറഞ്ഞ് കാളെ അടിച്ചടിച്ച് ഓടിക്കുന്ന പോലെ ഓടിക്കാനല്ല, ആടിനെ ഒന്നിങ്ങനെ അലൈൻ ചെയ്ത് കൊടുക്കാനാ. കൂട്ടം തെറ്റിപ്പോകാതെ ഇങ്ങനെ ഒന്നാക്കാനാ. ഈ വടി വേണ്ടാന്ന് പറയരുത് കേട്ടോ. ഈ വടി അടിക്കുന്ന വടിയല്ല, ഇത് നേർവഴി കാണിക്കുന്ന വടിയാ. ആമേൻ. അപ്പോ മുമ്പിലത്തെ മനുഷ്യനെ സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണമെങ്കിൽ എന്നിലിരിക്കുന്ന മനുഷ്യൻ എന്തുവാന്ന് ഞാൻ അറിയണം. പുതിയ മനുഷ്യനാണോ എന്നിൽ ലൈവായിരിക്കുന്നത്, പഴയ മനുഷ്യനാണോ എന്നിൽ ലൈവായിരിക്കുന്നത് ഞാൻ അറിയണമെങ്കിൽ ഞാൻ ആദ്യം എന്നെ അറിയണം. ദൈവത്തിൻ്റെ ആ ഓൺ ഇമേജിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? കർത്താവിൻ്റെ ഓൺ ഇമേജിൽ വരാൻ താല്പര്യമുള്ളൊരു വ്യക്തി വായിച്ചതായ വചനത്തിനകത്ത് പറയുന്നു, മുമ്പിലത്തെ അതറിയണം, നടപ്പിനെ കുറിച്ച് അറിയണം, പഴയ മനുഷ്യൻ എന്തായിരുന്നു എന്നറിയണം, നമ്മളെ ഭരിക്കുന്ന മോഹം എന്താണെന്നുള്ളത് അറിയണം, അത് വഷളത്വത്തിലേക്ക് നയിക്കുന്നതാണോ എന്നറിയണം. ഇത്രയും കാര്യം അറിഞ്ഞാൽ മാത്രമേ പുതിയ മനുഷ്യനെ അന്വേഷിച്ച് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇനി പുതിയ മനുഷ്യനിലേക്ക് വരികയാണ്. പുതിയ മനുഷ്യനിലേക്ക് വരണമെങ്കിൽ വചനം പറയുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. ഇത് രണ്ടും കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഈ രണ്ടെണ്ണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. ആ പരിപാടി ക്രിസ്തീയ ജീവിതത്തിൽ നല്ലതല്ല. സ്തോത്രം. ഈ രണ്ടെണ്ണം വെച്ച്, രണ്ട് മനുഷ്യനെയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പാസ്റ്റർ കാണുമ്പം ഭയങ്കര സ്തോത്രം, പാസ്റ്റർ മറയുമ്പോൾ പിന്നെ ഞാൻ പറയുന്നില്ല, അവരിലെ പഴയ മനുഷ്യൻ. പക്ഷേ പാസ്റ്റർ നിങ്ങളെ കണ്ടിട്ട് മറിയും, നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ കണ്ടിട്ട് മറിയും. പക്ഷേ 24 മണിക്കൂറും നിങ്ങളിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവവും ദൂതന്മാരുടെയും കണ്ണ് കെട്ടാനുള്ള യന്ത്രം ഇനിയും AI കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്യുപ്മെന്റ്സ് ഒന്നും ഇനി ഈ കാലത്തോ വരാനുള്ള കാലത്തോ ഒന്നും വരാൻ പോകുന്നില്ല. ആ കർത്താവിൻ്റെ കണ്ണ് കെട്ടാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനങ്ങളും ഇല്ല ഈ ഭൂമിയിൽ. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. അർത്ഥം എന്താണ്? പഴമയില ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് ആ ഗോഡ്ലി ഓൺ ഇമേജിലേക്ക് വരാൻ പറ്റത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് ഒത്തിരി വളരണമെന്ന് ആഗ്രഹമുണ്ട്, അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, മിനിസ്ട്രി ചെയ്യണമെന്ന് എല്ലാ ആഗ്രഹം. പക്ഷേ ഒരിക്കലും എന്നിലൊരു പഴയ മനുഷ്യൻ്റെ അംശം നിലനിൽക്കുന്നുവെങ്കിൽ ഐ cannot do that. I cannot take a single step. I cannot take a single move for that ministry. നമുക്കതെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ വേണ്ടേ? എന്നിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി. നിങ്ങൾ എത്ര പഴയ മനുഷ്യനാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഇതുവരെയും ശരിപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വെച്ചോ. അല്ല വേണ്ട, നിങ്ങൾ വേണ്ട, ഞാൻ ശരിപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വെച്ചോ. ഞാൻ എത്ര പഴയ മനുഷ്യനായിട്ട് ജീവിച്ചാലും രക്ഷിക്കപ്പെട്ട ഒരാത്മാവ് എൻ്റെ അകത്തിരുന്ന് വിതുമ്പുന്നുണ്ട്. ക്ലിയർ? കാരണം യേശു കർത്താവ് വന്നു, അവിടുന്ന് ക്രൂശിൽ എനിക്ക് ചെയ്യുവാനുള്ളത് ഞാൻ അനുഭവിക്കേണ്ടതിൽ അവിടുന്ന് ഏറ്റെടുത്ത് താൻ അനുഭവിച്ചു. ആ രക്ഷയിലൂടെ സ്വതന്ത്രമായ ഒരാത്മാവ് സ്വതന്ത്രമായിട്ടില്ലാത്ത എൻ്റെ ഈ ജഡശരീരത്തിൽ വസിക്കുന്നു. അപ്പൊ ഏതൊരു മനുഷ്യനും തിരിച്ചറിയേണ്ട ഒരു സത്യം, ശരീരം സുഖം പിടിക്കുമ്പോഴും ശരീരം സന്തോഷിക്കുമ്പോഴും, നിങ്ങളുടെ മനസ്സ് പാപത്തിൽ കുളിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും, അകൃത്യത്തിൽ നിങ്ങൾ പെരുമ കൊള്ളുമ്പോഴും, മറ്റൊരു വ്യക്തിയെ കുറ്റം പറയുകയും വിധിക്കുകയും അവനുള്ളതിനെ പിടിച്ചു വെക്കുകയും അവനുള്ളത് കൊടുക്കാതിരിക്കുകയും, ദൈവത്തിനുള്ളത് പിടിച്ചു വെക്കുകയും ദൈവത്തിനുള്ളത് നൽകാതിരിക്കുകയും, ദൈവത്തിന് കിട്ടുന്നതിൽ നിന്നും കൂടെ വെട്ടിമാറ്റുകയും കൈയിട്ട് വാരുകയും ഒക്കെ ചെയ്ത് സന്തോഷിക്കുമ്പോഴും അകത്തിരുന്ന് വിതുമ്പുന്ന ഒരാത്മാവുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആ ആത്മാവിനെ ബന്ധിക്കാൻ പറ്റത്തില്ല. കാരണം അത് ദൈവത്തിൽ നിന്ന് വന്നു, ദൈവത്തിന്റെ അരികിലേക്ക് തന്നെ തിരികെ കയറി പോവുകയും ചെയ്യും. പക്ഷെ അതിന് ഞാൻ കൊടുക്കേണ്ട ചില മെഡിസിൻസ് ഉണ്ട്. വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. നിങ്ങൾക്ക് പുതുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ക്രീമിൻ്റെ ബ്രാൻഡ് മാറ്റുമല്ല ചെയ്യുന്നത്. നമ്മൾ ഇതിന് ഭയങ്കര കെയറാണ്. നമ്മൾ എന്താ പറയുക, മന്ത്ലി നമ്മൾ ആ കാര്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ റിവ്യൂസിന് പോകും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു രോഗമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നു, 1 മാസത്തെ മെഡിസിൻ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ ഫോണിൽ അലാം വെച്ച് കൃത്യമായിട്ട് ആ റിവ്യൂവിന് പോകത്തില്ലേ? കാരണം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ആ ഇൻറ്റേർണൽ സിറ്റുവേഷൻ എന്നറിയാം. നിങ്ങൾ പോകത്തില്ല റിവ്യൂവിന്? പോവും. നമ്മുടെ സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ എന്താ നമുക്ക് അത്ര ഒരു കെയർ മെൻറ്റാലിറ്റി ഇല്ലാത്ത എന്താ? നമ്മൾ ആരെങ്കിലും റിവ്യൂ ചെയ്യാറുണ്ടോ നമ്മുടെ സ്പിരിറ്റിനെ? ഇല്ലെങ്കിൽ ചെയ്യാനാ കർത്താവ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട. കണ്ടോ, അവിടെയും പറയുന്നു ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന്റെ ആഗ്രഹം എന്താ? ഞാനൊരു പുതിയ മനുഷ്യനെ ധരിക്കണമെന്നാണ്. ഒന്നും കൂടെ വൃത്തിയായിട്ട് പറഞ്ഞാൽ, പഴയ ആ മനുഷ്യനെ, ഏത് പഴയ? ഇതിലെ പഴയ അല്ല, ആ ഏദനിലുണ്ടായിരുന്ന പുതിയ നിയമത്തിലെ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുക. ഗ്ലോറിയുള്ള മനുഷ്യനെ ധരിച്ചുകൊള്ളുക. അതിനെന്താ സംഭവിക്കേണ്ടത്? ഒരു പുതുക്കം സംഭവിക്കണം. എവിടെയൊക്കെ പുതുക്കം സംഭവിക്കേണ്ടത്? നീതിയിൽ, സത്യത്തിന്റെ ഫലമായ നീതിയിൽ പുതുക്കം സംഭവിക്കണം, വിശുദ്ധിയിൽ പുതുക്കം സംഭവിക്കണം. പുതിയ മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ ധരിക്കാൻ നാം സത്യവും നീതിയും ഇഷ്ടപ്പെടണം. സഹോദര, അങ്ങനെ നിങ്ങളൊന്ന് മാറുകയാണെങ്കിൽ ബാക്കി ഒരു മേഖലയും പുതുക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കേണ്ടി വരത്തില്ല. വേറെ എല്ലാ മേഖലയും ദൈവത്തിന്റെ കൃപയാൽ താനേ പുതുക്കിക്കോളും. ഇന്ന് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഇന്ന് കർത്താവിൻ്റെ ഓൺ ഇമേജ് എൻ്റെ മേൽ പതിയണം. കർത്താവിൻ്റെ ഓൺ ഇമേജ് എൻ്റെ മേൽ പതിയണം. അതിന് കൊതിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ
ഓൺ ഇമേജ് എന്നിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ദൈവമക്കൾ ആ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ആ ഓൺ ഇമേജിലേക്ക് എന്നെ ഒന്ന് കൂട്ടി വരുത്തണം. ആ ഓൺ ഇമേജിലേക്ക് എൻ്റെ മേൽ ഇന്ന് ചില പതിയണം. ദൈവമക്കളെ, എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പിരിയുകയാണ് പതിവ്. പക്ഷെ ഇന്ന് ആ റിയൽ ഇമേജ്, കർത്താവിൻ്റെ ആ ഓൺ ഇമേജ് എന്നിലേക്ക് പതിയണം. റേഖൗ മോഷലാബ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അതെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആ ഓൺ ഇമേജ് വരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ വിശ്വസിച്ചാൽ, നിങ്ങൾ ആമേൻ പറഞ്ഞാൽ നിങ്ങളുടെ മേലും വരും, നിങ്ങളുടെ വീട്ടിൽ വരേണ്ടവൻ്റെ മേലും വരും. കമോൺ, പ്രാർത്ഥിച്ചേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. റാബ്ഥോ റഖേബ റമഹുസ ലബേഥോ ഏക്ഥോ സമേഖായ്ഥ എലംഥു എഹംഥു ഷമ്മ എലാബ്ഥു റേഥു ഇഷംഥിനിയ. പ്രാർത്ഥിച്ചേ. റഖമ ഹഥുന ഹൗഡരഗഡഗ ഷമ്മ. പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ മേൽ കത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിൽ ഇറങ്ങുന്നത് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുക. അതെ, നിങ്ങളിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ദൈവാനുരൂപമാക്കി നിങ്ങളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ഈ ഇമേജ് കണ്ടപ്പോഴാണ് സാത്താൻ ഭയപ്പെട്ടത്, ലെഗ്യോൻ ഭയപ്പെട്ടത്. ലെഗ്യോൻ എന്ന് വെച്ചാൽ അവൻ 12,000 ഭൂതങ്ങൾ, 12,000 ഭൂതങ്ങൾ, 6,000 ഭൂതങ്ങൾ, 8,000 ഭൂതങ്ങൾ, 5,000 ഇത് ഒരു വ്യക്തി, ഇതൊരു ചെറിയ കുട്ടി, ഇതൊരു കുട്ടിപ്പിശാച് പേടിക്കുന്ന രൂപമല്ല. ഇത് സാത്താനിയ വംശം മുഴുവനും ഭയപ്പെടുന്ന രൂപമാണ് ആ ഒരു സിംഗിൾ ഇമേജ്. ആ ഒരു സിംഗിൾ ഇമേജ്, ആ ദൈവത്തിന്റെ ഇമേജ്. പ്രാർത്ഥിച്ചേ. ആ ഇമേജ് ആണ് ഇന്ന് എൻ്റെ മേൽ വരേണ്ടത്. ആ ഇമേജ് ആണ് എൻ്റെ ലൈഫിലേക്ക് വരേണ്ടത്. ആ ഇമേജ് ആണ് എൻ്റെ ഫേസിലേക്ക് വരേണ്ടത്. റേബ്രോ ഖോസൈ. ആ ഇമേജ് ആണ് എൻ്റെ ലൈഫ്. കമാൺ. ഇന്നിപ്പോ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കർത്താവിന്റെ തീ, ഒരു പൊന്നിനെ, ഒരു തങ്കക്കട്ടിയെ ഒരാഭരണമാക്കി മാറ്റുന്നത് തീയാണ്. ഒരു തങ്കക്കട്ടിയെ, ഒരു സ്വർണ്ണക്കട്ടിയെ, തങ്കത്തെ ഒരു ആഭരണമാക്കി മാറ്റുന്നത് തീയാണ്. അതുപോലെ അതിന്റെ മേൽ അത് ഉരുകുമ്പോൾ, ആ കട്ടി, സ്വർണ്ണക്കട്ടിയുടെ മേൽ, തങ്കത്തിന്റെ മേൽ ആ തീ പകരുമ്പോൾ അത് ഉരുകി അത് സ്വർണ്ണപ്പണിക്കാരന്റെ ഹൃദയത്തിലുള്ള ആ ഇമേജ് പോലെ, ആ മാല പോലെ, മാലയുടെ കണ്ണി പോലെ, ആ കമ്മല് പോലെ, അത് ആയി തീരുന്നത് പോലെ ഒരു തീ നിന്റെ മേൽ വന്നാൽ നിന്റെ ഇമേജിൽ വ്യത്യാസം വന്നിരിക്കും. തീക്കകത്തുകൂടെ കടന്നു പോകുന്ന ആ സ്വർണ്ണക്കട്ടിയെ, ആ തങ്കത്തെ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പഴയ ഫേസിലല്ല, പഴയ രൂപത്തിലല്ല, പഴയ തൂക്കത്തിലല്ല. അതിന് വ്യത്യാസം വരുത്തുന്ന ഒരു തീ അതിന്മേൽ പകരുന്നത് പോലെ ഇന്ന് വിശ്വസിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് രൂപമാറ്റം വരുത്തുന്ന തീ. ഓ ജീസസ്, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആ തീ പകർന്നു വരട്ടെ, ആ തീ പകരപ്പെടട്ടെ. ഓ, അതിന് കൊതിക്കുന്നവരുടെ മേൽ മാത്രമേ പകരാവുള്ളൂ കർത്താവേ. ആ തീ എന്റെ മേൽ വരണമെന്ന് കൊതിക്കുന്നവരുടെ മേൽ മാത്രമേ പകരാവുള്ളേ കർത്താവേ. കർത്താവേ, ഈ ദൂത് ഹൃദയത്തിൽ തൊടുന്നവരുടെ മേൽ മാത്രമേ അത് പകരാവുള്ളൂ കർത്താവേ. In the name of Jesus. എൻ്റെ ജീവിതത്തിന് ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുന്ന വ്യക്തിയെ, നിന്റെ ഈ ഒരു ഇമേജിനകത്ത് വ്യത്യാസം വരുത്തി നോക്കുക. ജീവിതത്തിൽ വ്യത്യാസം വന്നിരിക്കും. എൻ്റെ അവസ്ഥകൾക്കൊന്നും യാതൊരു മാറ്റവും ഇല്ലെന്ന് പറയുന്ന വ്യക്തിയെ, നീ ഈ ഒരു മേഖലയിൽ വ്യത്യാസം വരുത്തി നോക്കുക. താനെ വ്യത്യാസം വന്നിരിക്കും. ദൈവത്തിന്റെ രക്തം, യേശുവിന്റെ രക്തം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, ഞങ്ങളെ പുതുക്കുന്ന, ചൈതന്യപ്പെടുത്തുന്ന യേശുവിന്റെ രക്തം.
കർത്താവേ, പഴയ മനുഷ്യൻ ഉരിഞ്ഞു പോകട്ടെ, പുതിയ മനുഷ്യൻ വെളിപ്പെടട്ടെ. പഴയ മനുഷ്യൻ വിട്ടുപോകട്ടെ, പുതിയ മനുഷ്യൻ വെളിപ്പെടട്ടെ. പഴയ മനുഷ്യൻ വിട്ടുപോകട്ടെ, പുതിയ മനുഷ്യൻ ഞങ്ങളിൽ എഴുന്നേൽക്കട്ടെ. ഈ പ്ലാറ്റ്ഫോമിനകത്തുള്ള എല്ലാ പഴയ അവസ്ഥകൾ മാറട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. പഴയ ആമേൻ അവസ്ഥകൾ മാറട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. റൽമ സഖേത ലബ്ഷ താല റൈതൽഗോ ശഖേത ബ്രിഗദ ലബ്ധന ഹബ്ധന ശതാത് പ്രബന ഹന്തൻ പ്രഭോഷതാര ബ്രിഗദഗധഗ നാംസതജ ദുദൽതനിഹാൽ ശതാർത്ഥന ലിധർധുനിരി വിധനന ഹോഷ വൃഥാഗ്രഭാഷത ജഹത്കനഹ. ഞാൻ വ്യക്തമായി അറിയുന്നു, പല വ്യക്തികളുടെ ശരീരങ്ങളിലേക്കും തീ വീഴുകയാണ്. നിന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല മേഖലകളിലേക്കും കർത്താവിൻ്റെ ജീവനുള്ള കൈ വരികയാണ്. പകരുന്നു. ആരുടെയൊക്കെയോ ജീവിതത്തിൽ പുതുമയുടെ അനുഭവങ്ങൾ പകരുന്നു. ആരുടെയൊക്കെയോ ലൈഫിൽ പുതിയ അനുഭവങ്ങൾ പകരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുതിയ അനുഭവങ്ങൾ പകരുന്നു. നിന്നെ ഇതുവരെ കുടുക്കിട്ട് പിടിച്ചുകൊണ്ടിരുന്ന സകല സാത്താനിയ കുടുക്കും ചരടും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പെടുന്നു. നിന്നെ പുറകിലോട്ട് വലിച്ച് പണ്ടത്തെ അനുഭവം, അതിനേക്കാൾ മോശമായ അനുഭവത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സകല തിന്മകളുടെ ശക്തികളും ക്യാൻസൽ ആകുന്നു. അവിടുന്ന് അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിന് നന്ദി പറയുന്നു കർത്താവേ. കൂടി വന്ന എല്ലാ ജനത്തെയും ഞാൻ കർത്താവും രക്ഷകനുമാകുന്ന യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. അവിടുന്ന് അങ്ങനെ ഞങ്ങളെ ഇന്ന് ആശീർവദിച്ച കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, ഒരിക്കലും ഈ സാന്നിധ്യം കുറയല്ലേ, ഒരിക്കലും ഈ സാന്നിധ്യം കുറയല്ലേ, ഒരിക്കലും ഈ കൃപ കുറയല്ലേ, ഒരിക്കലും ഈ ശക്തി കുറയല്ലേ. അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദയമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിംഗാണ്. രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും. നിങ്ങൾക്ക് ഈ ലിങ്കിൽ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. ഒപ്പം ഞങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും മിനിമം ഒരു വ്യക്തിക്കെങ്കിലും, മിനിമം ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു മിനിസ്ട്രിക്ക് നിങ്ങൾ ആരംഭം കുറിക്കുക. ഒരു വ്യക്തിക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അത് വലിയൊരു അനുഗ്രഹമായി അവർക്കും മാറും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾക്കും അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. കർത്താവ് നിങ്ങളെ സകല വിധത്തിലും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ കർത്താവ് തൻ്റെ കൃപയിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇതാണ് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ. നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. God bless you. Have a great day.